ഒരു സിനിമാ താരമായതുകൊണ്ടാണ് ഞാൻ പോയി ദിലീപിനെ ഇങ്ങനെ കരിക്ക് കൊടുത്തത്, മെത്ത കൊടുത്തത് എന്നൊക്കെയുള്ള അപവാദങ്ങൾ വന്നു. സ്പെഷ്യൽ ഫുഡ് കൊടുത്തു എന്നുള്ള അപവാദം വന്നു. അതിനുശേഷം ദിലീപും ഞാനും തമ്മിൽ പഴയ ബന്ധമുണ്ട് എന്നൊക്കെ ഒരുപാട് പൈസ വാങ്ങിച്ചു. ഒരു വാട്സാപ്പ് ചാറ്റ് തന്നെ പുറത്തു വന്ന് പോലീസ് ലീക്ക് ചെയ്ത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ ദിലീപിൻ്റെ പക്ഷമാണ് ഞാൻ എന്നെനിക്ക് ആ ഒരു സമയത്ത് ബോധ്യം വന്നു. ഹി വാസ് നോട്ട് ഇൻവോൾവ് ഇൻ ദിസ്. ഈ കേസിനകത്ത് പ്രതി അല്ലാത്ത ഒരു വ്യക്തിയെ കുടുക്കിയതാണ് എന്നുള്ള എൻ്റെ ഉത്തമ ബോധ്യത്തിൽ, എൻ്റെ ഒരു ആസ് എ പോലീസ് ഓഫീസർ ഞാൻ അന്വേഷിച്ചതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതും ഞാൻ കണ്ടുപിടിച്ചതുമായിട്ടുള്ള വസ്തുതകൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയണമല്ലോ എനിക്ക്. അപ്പം അങ്ങനെ ആ ഒരു സമയമായി എന്നപ്പോൾ ഞാനത് പറയണോ വേണ്ടയോ, കേസ് നിൽക്കുകയല്ലേ, കേസ് തീർന്നിട്ട് പോരേന്ന് ചോദിച്ചാൽ എനിക്ക് ഈ കേസ് തീരാൻ പോണില്ല എന്ന് എനിക്കറിയായിരുന്നു. അതിങ്ങനെ മനഃപൂർവ്വം ഡ്രാഗ് ചെയ്ത് ഏതറ്റം വരെയും തീർത്ത് കഴിഞ്ഞാൽ പൊളിയുമല്ലോ. ചീട്ടുകൊട്ടാരം കെട്ടിപ്പൊക്കിയത് തീർന്നു കഴിഞ്ഞാൽ ഇത് വെറും കെട്ടിപ്പൊക്കിയതാണെന്ന് പറഞ്ഞാൽ എല്ലാം പൊളിയത്തില്ല. എത്ര പേർക്ക് അതിൽ നിന്ന് അപവാദം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അവരത് സമ്മതിക്കില്ല. ഈ ചെയ്തവരെല്ലാവരും അത് പരമാവധി നീട്ടി കൊണ്ടുപോകാനേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാലത്ത് തീരാൻ പോണില്ല എന്നുള്ള ഇപ്പം ഇത്രയും വർഷമായി, 7 വർഷമായി. കുറേ നാളും 4 വർഷം മുമ്പ് ഇപ്പം തീരും, നാളെ തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ എനിക്കറിയായിരുന്നു ഇത് ആ സമയത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് തീരാൻ പോണില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സമയമായി ഇങ്ങനെ ഒരു ഉൾവിളി വന്നപ്പോഴാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ആ വീഡിയോ ചെയ്തത് ഒരു ഉദ്ദേശം കൊണ്ടുമല്ല. എനിക്ക് ഒരാളെ ഇങ്ങനെ ഒരു പരിധി വിട്ട് അങ്ങോട്ട് ഹരാസ് ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് എനിക്ക് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വേറൊരാളും കൂടെ അവതരിച്ചു. അയാൾ വന്ന് വേറെ കുറേ കഥകൾ പറഞ്ഞു, കുറേ കേസും കൂടെ ആയി, പിന്നെ വേറെ ഒരു കേസായി, പിന്നെ അങ്ങനെ നീണ്ടു പോകുന്നതിനൊരു അന്ത്യം വേണ്ടേ എന്നൊരു ചിന്ത വന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തത്.